ഒരു കപ്പ് റവ വെച്ചിട്ട് പ്ലേറ്റ് നിറച്ച് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കിയാലോ. ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം, ടീസ്പൂണോളം കറുത്തതോ വെളുത്തതോ ആയ എള്ളം. പൊട്ടി വരുന്ന സമയത്ത് 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടെ ചേർക്കുവാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, കുറച്ച് മല്ലിയില, എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണേ. ഫ്ലെയിം കുറച്ചിട്ടാൽ മതി കേട്ടോ, ഒത്തിരി കരിഞ്ഞു പോകരുത്. ഒരു 1.25 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം തിളച്ച് വരട്ടെ. 1 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും മതി. ഇതായിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഒരു പൊട്ടറ്റോ ഇതിലേക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഒരു പൊട്ടറ്റോ മതിയാവും. അതിൽ ബട്ടർ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ക്യൂബ്സ് അതും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കരുത്. കുഴച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് പാകത്തിനാണോ നോക്കണം കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമ്മൾ ചെറിയ ചെറിയ ബോളാക്കി ഇങ്ങനെ മാറ്റിയെടുക്കാം. ചൂടായ എണ്ണയിലേക്കിട്ട് നമുക്ക് വറുത്ത് കോരാം. ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് അല്ലെങ്കിൽ പുറമല്ല അങ്ങ് കരിഞ്ഞു പോകും, അകം വേഗാതെയും കിടക്കുവേ. അപ്പം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ടൊന്ന് വറുത്ത് പോരാം. നിറമൊക്കെ മാറിയിട്ട് ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോകരുത്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് പതുക്കെ ഇത് കോരിയെടുക്കാം. നോക്കി ഉള്ളൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് റവ ആയതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പിയാണേ. ഇതിലൂടെ പൊട്ടറ്റോയും ചീസും ഒക്കെ ചേർത്തുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്നാക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.